ഹായ്, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ലാബ് നമ്പർ 18 ഫങ്ഷൻസ്. നിങ്ങൾ +2 പഠിക്കുന്ന ഫങ്ഷൻസ് ഇല്ലേ, അതാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യാനുള്ളത്. ഈ ഒരു ലാബിൽ ഡീൽ ചെയ്യാനുള്ളത്. നമ്മൾ 1 ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലാബിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇതിൽ 2 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഒന്ന് 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും ഗ്രാഫിക്കലി എങ്ങനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് നമ്മളൊരു 1 ഓൺ ടു ആകണമെങ്കിൽ ഡൊമൈനും കോഡൊമൈനും ഒക്കെ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഈ 2 കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ലാബിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ എയിം. മൂന്നാമത്തെ ഇത് എക്സാമിന് സാധാരണ രീതി ചോദിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത് പ്യുവർലി 1 ഫംഗ്ഷൻ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്നുള്ള സംഭവം നിങ്ങൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. വേറെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിൽ വരാനില്ല. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഈ 1 ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതൊന്ന് പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫംഗ്ഷൻ 1 ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതാ ഇങ്ങനെ സെറ്റൊക്കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 2 സെറ്റുകൾ എടുക്കുകയാണെങ്കിൽ, ഇത് ഓവൽ ഷേപ്പിലാണ് ഞാൻ വരച്ചത്, ഇതിൽ വരയ്ക്കുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഇവിടെ ഞാൻ ഇപ്പോൾ ആക്ച്വലി ഒരു 2 എലമെൻറ്റ് കൊടുത്തു, ഇവിടെ ഞാനൊരു 3 എലമെൻറ്റ് കൊടുത്തു. ഇത് 1 ആകണമെങ്കിൽ ഈ സെറ്റിലുള്ള എല്ലാവർക്കും ഈ സെറ്റിൽ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഇതെന്താണ് ആക്ച്വലി ഒരു 1 ഫംഗ്ഷനാണ്. കാരണം ഇവിടെയുള്ള ഈ 2 ആൾക്കും ഇവിടെ 2 ഡിഫറെൻറ്റ് ഇമേജാണ് ഉള്ളത്. ആൻഡ് ഇവിടെ ഒരു മൂന്നാമത്തെ ഒരാൾ കൂടി, ചിലപ്പോൾ ഞാൻ മൂന്നാമത്തെ ഒരാൾ കൂടി വരച്ചിട്ട് ഇതും ഞാൻ ഇതിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് 1 ആവില്ല. കാരണം ഈ രണ്ടാമത്തതിനും മൂന്നാമത്തതിനും സെയിം ഇമേജ് ആയിരിക്കും കിട്ടുക, അപ്പോൾ അത് 1 ആവില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓൺ ടു എന്ന് പറയുന്നത്. ഓൺ ടു ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരേ ഒരു കണ്ടീഷനാണ് റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. എന്താണ്? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ആദ്യം നിങ്ങൾ ക്ലിയർ ആക്കണം. ഇത് നിങ്ങൾ +2 പഠിച്ചതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ഐഡിയകൾ ക്ലിയർ ആക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്ക് നിങ്ങൾ. ഡ്രോ ദ ഗ്രാഫ് f(x) = x². ക്രിയേറ്റ് എ സ്ലൈഡർ എ ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് 0a. റെഡി. അപ്പോൾ നമ്മുടെ ജിയോജിബ്ര എടുത്തുകൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു. ജിയോജിബ്രയിൽ നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മളോട് പറഞ്ഞത് ക്രിയേറ്റ് എ ഗ്രാഫ് ഓഫ് f(x) = x² എന്നാണ്. അപ്പോൾ x²ൻ്റെ ഗ്രാഫൊക്കെ വരയ്ക്കാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഞാൻ ഇൻപുട്ട് ബോക്സ് കൊടുത്തത് ശ്രദ്ധിക്കുക, x⁻² എന്നാണ് കൊടുത്തത്. ദെൻ നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന സ്ലൈഡറാണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സ്ലൈഡർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഗ്രാഫിക് വ്യൂവിൽ ഒന്ന് ടച്ച് ചെയ്താൽ സ്ലൈഡറിൻ്റെ ബോക്സ് വരും. അവിടെ എ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അടിച്ചു. ഇൻക്രിമെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻക്രിമെൻ്റ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇൻക്രിമെൻ്റ് ഒന്നും കൊടുക്കാതെ ഒരു സ്ലൈഡറും അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞത് നോക്ക്. പ്ലോട്ട് ദ പോയിന്റ് 0a. ഡ്രോ എ ലൈൻ ത്രൂ ദ പോയിന്റ് പെർപെൻഡിക്കുലർ ടു y ആക്സിസ്. അപ്പോൾ നിങ്ങൾ ആദ്യം 0a എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവുക എന്നറിയോ? y ആക്സിസിൽ ഉണ്ടാവുക. അതെന്തിനാ അങ്ങനെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കൺസെപ്റ്റ് കൂടി അറിഞ്ഞിരിക്കണമല്ലോ. വെറുതെ നമ്മൾ ലാബ് മാത്രം ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ. സോ ഞാനിതാ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാണ്. a = എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം. a = 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ നമുക്ക് വേണ്ടത്? 0,a. 0,a എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പോയിന്റ് 0,a എന്ന് പറഞ്ഞ പോയിന്റ് കാണാം. വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റ് ഒക്കെ കൊടുത്തട്ടോ. ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. നെയിം ആൻഡ് വാല്യൂ പോയിട്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. അത് കൊടുത്തിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം, കൊടുത്താൽ കുറച്ചുകൂടി അത് മനസ്സിലാവും എന്നുള്ളതാണ്. ഇവിടുന്ന് നെയിം ഷോ ലേബലിൽ പോയിട്ട് നെയിം വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തതൊക്കെ കാണാം. അപ്പോൾ നോക്ക്, a 1.7 ആയപ്പോൾ ഇത് 0,1.7 ആണ്. കാരണം നമ്മൾ 0a എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ a എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തത്. ഓക്കെ, സിമ്പിൾ. ഇതിങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്ക്. ഇത് ഞാൻ a എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്ലൈഡർ മൂവ് ചെയ്താൽ മതി കേട്ടോ. ആ പോയിന്റ് സെലക്ട് ചെയ്താലേ ആ പോയിന്റ് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സ്ലൈഡർ മൂവ് ചെയ്യുന്നു. സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ പോയിന്റും മാറുന്നത് ഇങ്ങനെ കണ്ടോ നിങ്ങൾ? y ആക്സിലുള്ള പോയിന്റ് ആണ്, അതിങ്ങനെ മാറുന്നുണ്ട്. ഓക്കെ, നമ്മളോട് ഇത് എന്തിനാ ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. നമ്മളോട് അടുത്ത പറഞ്ഞ കാര്യം, നിങ്ങളോട് ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത് ഡ്രോ എ ലൈൻ ത്രൂ ദ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ y ആക്സിസ്. ആ പോയിന്റ് കൂടെ നിങ്ങളിപ്പോൾ വരച്ചിട്ടുള്ള പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് കൂടെ y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാനാണ്. അതെന്തിനാണെന്നറിയോ? അതാണ് നമ്മൾ 1 ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന, 1 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ്, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്.
അതിന് വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞത്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് പാരലായിട്ടാണ് പോവുക, അപ്പോൾ അത് വൈക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഐഡിയ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഈ പോയിന്റ് കൂടെ, അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്ത പോയിന്റ് കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതിന് നിങ്ങൾ നമുക്ക് ഇങ്ങനെ കുറേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. എന്നിട്ട് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തത് സെലക്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എവിടെയാണോ പെർപെൻഡിക്കുലർ ലൈൻ വേണ്ടത്, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ആ പോയിന്റിൽ ടച്ച് ചെയ്യുക. പോയിന്റ് ടച്ച് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഏത് ലൈനിൽ കൂടെയാണോ പാസ് ചെയ്യേണ്ടത് ആ ലൈനിലും കൂടി ടച്ച് ചെയ്യുക. അപ്പോൾ അതാ നോക്ക്, നിങ്ങൾക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും. പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ ഒരു നല്ല അടിപൊളി കളറൊക്കെ കൊടുക്കുക, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കൊടുത്തു. അപ്പോൾ നോക്ക്, നിങ്ങൾ വിചാരിച്ച സംഭവം എന്താണോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ എ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നോക്ക്, നിങ്ങളുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ മൂവ് ചെയ്യുന്നത് കണ്ടോ? ഞാൻ എന്തിനാണ് ഈ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചത്? സിമ്പിൾ കാര്യമാണ്. ഇതാ നോക്കിക്കോ, ഈ സംഭവം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനുള്ള കാരണം, നമ്മളുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ നിങ്ങൾ വരച്ച സമയത്ത് ഇതാ നോക്ക്, ഇവിടെ ഒരു പോയിന്റിലും ആൻഡ് ഇവിടെ ഒരു പോയിന്റിലും കൂട്ടിമുട്ടിയില്ലേ? അതായത് ഇത് മോർ ദാൻ 1 പോയിന്റ്സിൽ നിങ്ങളുടെ പെർപെൻഡിക്കുലർ ലൈൻ, അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എന്തും പറയാമെന്നറിയോ? പെർപെൻഡിക്കുലർ ലൈൻ വൈ ആക്സിന് പെർപെൻഡിക്കുലറാണ്, പക്ഷേ ദിസ് ഈസ് ആക്ച്വലി ആരാണ്? ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പം നിങ്ങൾ വരച്ച ഈ ഹൊറിസോണ്ടൽ ലൈന് നിങ്ങളുടെ ഗ്രാഫിനെ 2 പോയിന്റുകളിൽ ഒന്നിലധികം പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ അതാണ് സംഭവം. ഹൊറിസോണ്ടൽ ലൈൻ ഇന്റർസെക്റ്റ് ഗ്രാഫ് അറ്റ് മോർ ദാൻ 1 പോയിന്റ്, ഒന്നിലധികം പോയിന്റുകളിൽ ഇന്റർസെക്റ്റ് ചെയ്തു. ഞാൻ എഴുതുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ഞാൻ എഴുതുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. അറ്റ് മോർ ദാൻ 1 പോയിന്റ്, ഒന്നിലധികം പോയിന്റിൽ അത് ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? 1 ആയിരിക്കില്ല. അപ്പോൾ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് 1 എന്നാണ് നമ്മൾ പറയുക. ആ ഫംഗ്ഷൻ 1 ആയിരിക്കില്ല. അപ്പോൾ ഫംഗ്ഷൻ 1 ആണ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഇതൊന്നും നിങ്ങൾ എഴുതിയൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ഗ്രാഫ് വരച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ്, നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്ന അതേ സാധനം തന്നെയാണ്. നിങ്ങളുടെ ഈ ഗ്രാഫ് ഇതിപ്പോൾ താഴോട്ടേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ വേറെ പോയിന്റിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുക. അവിടെയൊക്കെ എന്തുണ്ടാവും? ഇവിടെ ഒരു ഇന്റർസെക്ഷൻ, ഇവിടെ ഒരു ഇന്റർസെക്ഷൻ. എവിടെയെങ്കിലും നിങ്ങളൊന്ന് വരയ്ക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും ഒരു വര വരയ്ക്കുമ്പോൾ അതിലൊന്നിലധികം പോയിന്റിലൂടെ ആ ഗ്രാഫ് പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈന് ആ ഗ്രാഫിലെ ഒന്നിലധികം പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കില്ല? 1 ആയിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, 1 ആയിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ എക്സിൽ ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ വൈ വാല്യൂ ഇതാണ്, എക്സിൽ ഇവിടുത്തെ പോയിന്റ് എടുക്കുമ്പോൾ വൈ വാല്യൂ ഇതാണ്. നിങ്ങൾ -2 2 എടുത്താൽ കറക്റ്റ് കിട്ടും. 2ന്റെ ഇമേജ് 4 -2ന്റെ ഇമേജും 4. അതായത് 2നും -2നും സെയിം ഇമേജാണ്. ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ അല്ലേ 1 ഫംഗ്ഷൻ ആവും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് അല്ല, 2നും -2നും സെയിം ഇമേജാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 അല്ല. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അത് നമ്മൾ ഗ്രാഫിക്കലി ഒക്കെ വെച്ച് ചെയ്ത് കാണിച്ചു. ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇവിടെ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നോക്ക്, യൂസിങ് ദ അബവ് അപ്ലറ്റ് സ്റ്റേ വിത്ത് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ഈസ് 1 to 1 or 1 to. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് 1 1 1 2 ആണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റും. അപ്പോൾ 1 1ന്റെ കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഓൾറെഡി പറഞ്ഞു തന്നു. ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് രണ്ടാമത്തെ സെറ്റിൽ വേണം. അത് ഗ്രാഫ് വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നമ്മൾ പറയും, അത് പ്രശ്നമല്ല. ഓൺ ടു ആണെങ്കിൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആകണം. അതെങ്ങനെയാണ് നമ്മൾ പറയാം? എടാ, ഈ ഗ്രാഫ് കണ്ടോ? ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് വേർ എഫ് ഫ്രം ആർ ടു ആർ. ഇത് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫാണ്? എഫ് ഓഫ് എക്സിൻ്റെതാണ്. പക്ഷേ ഈ എഫ് പോകുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ്. അപ്പോൾ ഈ രണ്ടാമത് എഴുതുന്ന ഈ ആറില്ലേ, ഈ ആറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോഡൊമൈൻ എന്ന് പറയുക. റെഡി? അപ്പം നിങ്ങൾ എടുക്കുന്ന ഈ ഗ്രാഫിൽ നോക്കിക്കോ, സിമ്പിളായിട്ട് ഈ ഗ്രാഫിൽ നിങ്ങളുടെ ഈ ഗ്രാഫിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത്, ഈ ഗ്രാഫിൽ കോഡൊമൈൻ ഈ ഗ്രാഫിൽ നിങ്ങളുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ്. അതായത് എഫ് ഫ്രം ആർ ടു ആർ എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങളുടെ കോഡൊമൈൻ വരിക ആറാ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ
എഴുതുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങളത് മനസ്സിലാക്കണം. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 6 ആണ്. കോഡൊമെയിൻ 6, ഇവിടുത്തെ റേഞ്ചോ കോഡൊമെയിൻ 6 ആണെങ്കിൽ റേഞ്ച് വരുന്നത് എന്താണെന്നറിയോ? ഇവിടെ റേഞ്ച് വൈ ആക്സിസ് വാല്യൂസാ. ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി ആ റേഞ്ച് വരിക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇതൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. അതായത് നോക്ക് നിങ്ങൾ, ഇവിടെ മുതൽ മുകളിലോട്ടാണ് ആക്ച്വലി ആര് പോകുന്നത്. അതാ നോക്ക് നിങ്ങൾ, ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് മുകളിലോട്ടാണ് പോകുന്നത്, അതായത് ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണോ? അല്ല. കോഡൊമെയിനും റേഞ്ചും ഒന്ന് റിയൽ നമ്പേഴ്സ് ആണ്, ഒന്ന് ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റിയാണ്. അത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തുകൂടി പറയാം? ദിസ് ഈസ് നോട്ട്, ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. അപ്പം ദിസ് ഈസ് നോട്ട് ഓൺ ടു. കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയും. അപ്പോൾ ഈ 2 ഐഡിയകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടായിരിക്കണം, ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ കോഡൊമെയിനും റേഞ്ചും എപ്പോഴാണ് ഈക്വൽ ആവുക? കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഓൺ ടു എന്ന് പറയും, അല്ലെങ്കിൽ ഓൺ ടു എന്ന് പറയില്ല. ഇതാണ് ആക്ടിവിറ്റി നമ്പർ 1. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി 1 ചെയ്യുന്നത്. അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഓരോ തിയറി സാധനങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇതിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് 1 1 കണ്ടെത്താൻ പറ്റുമോ, ഓൺ ടു കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ നോ പ്രോബ്ലം. ഓക്കെ, എന്നിതാ ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി ഒന്ന് നോക്കിക്കോ. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന ഈ ഫംഗ്ഷൻ ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന റീജിയൻ നോക്ക് നിങ്ങൾ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന റീജിയൻ ആർ ടു ആറാണ്. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ് നിങ്ങളുടെ എല്ലാ ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്യുന്നത്, റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഈ ഫംഗ്ഷനുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ സെറ്റില്ലേ, ഇതിനെയാണ് അപ്പോൾ നമ്മൾ എന്ത് പറയുക അവിടെ? കോഡൊമെയിൻ എന്ന് പറയുക. ഇതാണ് ആക്ച്വലി നിങ്ങളുടെ അവിടുത്തെ കോഡൊമെയിൻ. അപ്പോൾ കോഡൊമെയിൻ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ദ സെക്കൻഡ് സെറ്റ് ഈസ് കോൾഡ് കോഡൊമെയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ഫംഗ്ഷനും ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് റേഞ്ചും ഈ ആറും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 3 ഗ്രാഫുകളാണ് വരയ്ക്കാനുള്ളത്. x² + 2, x³ - 3x² + 3, 3 sin x. ഞാൻ 3 ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. x² + 2, x³ - 3x² + 3 ആൻഡ് 3 sin x. നമ്മൾ ജിയോജിബ്ര എടുത്തു, ഗ്രാഫ് വരയ്ക്കുന്നു. നോക്കിക്കേ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ആദ്യത്തെ ആക്ടിവിറ്റി. ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം, സേവ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനപ്പോൾ ഒരു ന്യൂ വിൻഡോ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ വിൻഡോയിലാണ് പിന്നെ നമ്മുടെ പരിപാടി. ഇതൊന്ന് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഡോണ്ട് സേവ്. ഇത് ഞാൻ സേവ് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷേ ഇത് സ്ക്രീനിലായി ആണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്കിതൊക്കെ ഒന്ന് മായ്ക്കണം, അല്ലെങ്കിൽ ഇത് സ്ക്രീനിൽ അവിടെ ഉണ്ടാവും. മായൊന്നുമില്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ടാബ് എടുത്തിട്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ x² + 2, x³ - 3x² + 3, 3 sin x. ഇതൊക്കെ നമുക്ക് ഗ്രാഫ് വെച്ച് വരയ്ക്കാം. ഞാൻ ആദ്യം x² + 2ലേക്ക് വരികയാണ്. അപ്പോൾ x² + 2 എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോ, വളരെ സിമ്പിളായിട്ട് x² + 2 ഗ്രാഫ് വരച്ചു. x² + 2 കിട്ടി, എൻ്റർ അടിച്ചു, ഇതാ എഫ് വന്നു. x² + 2 എന്ന് പറയുന്ന ഗ്രാഫ്. ഇനി ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 2ൽ നിന്ന് ഇൻഫിനിറ്റി വരെയല്ലേ? ഡൊമെയിൻ ആക്ച്വലി നമ്മൾ എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കുന്നുണ്ട്, x²ൻ്റെതല്ലേ?
അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഡൊമെയിൻ ആറും റേഞ്ച് ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ ടാബ് എടുത്തിട്ട് ഇവിടെ നോക്കേ, ഇതിൻ്റെ ഈ 1 ഇത് 1 ആണോ 1 ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് ഇതിൻ്റെ റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റിയാണ്. ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച്. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് കോഡൊമെയിനും റേഞ്ചും കണ്ടോ നിങ്ങൾ? ഇത് രണ്ടും സെയിം ആണോ? അല്ല. രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് ഇത് ഓൺ ടു ആയിരിക്കുമോ? അല്ല, ഇത് ഓൺ ടു അല്ല. ഓൺ ടു അല്ല, തെറ്റാണ് ഇട്ട് കൊടുത്തത്. ഓൺ ടു അല്ല. 1 ആണോ? ഓൺ ടു 1 to 1 എന്ന് പറഞ്ഞത് അത് 1 തന്നെ ഉദ്ദേശിക്കുന്നത്. 1 ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയടാ, നിങ്ങൾ എവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതാ കറക്റ്റായിട്ട് അത് മനസ്സിലാവും. ഇതാ നോക്ക്, ഞാൻ എവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കണം, എവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും നേരെ ആയിരിക്കണം കേട്ടോ. ഇത് 2 പോയിന്റുകളിൽ ഇത് കട്ട് ചെയ്ത് പോകും. 2 പോയിന്റിലൂടെ എന്തായാലും പാസ് ചെയ്യും. നിങ്ങൾ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരച്ചാലും, ഏത് 2ന്റെ മുകളിലോട്ട് ഇട്ടോ, y ആക്സിൽ 2ന്റെ മുകളിലോട്ട്, ഒന്നിലധികം പോയിന്റുകൾ ഇത് കൂട്ടിമുട്ടുന്നുണ്ടോ നോക്കുക. ഒന്നിലധികം പോയിന്റുകൾ ഇത് കൂട്ടിമുട്ടുന്നുണ്ട്. ഒന്നിലധികം പോയിന്റുകൾ അത് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താവൂല? 1 ആവൂല. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് 1 ആണോ? അല്ല, ഇത് 1 അല്ല. അപ്പോൾ നിങ്ങൾ 1 to 1 എന്നുള്ളടത്ത് ഇവിടെ എന്ത് ചെയ്തോ? ഇതും തെറ്റിട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ഗ്രാഫ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മളുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് x³ - 3x² + 3 അല്ലേ? അത് നോക്കാം നമുക്ക്. x³ - 3x² + 3. അത് ഞാൻ ഗ്രാഫ് വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഇതാ നോക്കിക്കേ, x³ - 3x² + 3. അപ്പോൾ x⁻³ x³ - 3x² അല്ലേ? 3x² + 3. ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഞാൻ ആദ്യത്തത് ഹൈഡ് ചെയ്യാം. റെഡി? നോക്കിയിട്ട് പറ, 1 ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ലടാ. 1 ആകാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്താണെന്നറിയോ? 1 ആകാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങളിതാ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു നോക്ക്. വെറുതെ ഒരൊറ്റ ലൈൻ വരച്ചാൽ മതി. ഇവിടെ തന്നെ അത് 2 പോയിന്റുകളിൽ കൂട്ടിമുട്ടി. നോക്ക്, 1 2. വേണം ഇതൊന്നുകൂടി ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ 3 പോയിന്റുകളിൽ കൂട്ടിമുട്ടി. അപ്പം നമ്മൾ എക്സ് ആക്സിൽ 3 ഡിഫറൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ ആ 3ന്റെ ഇമേജ് സെയിമാ. അപ്പോൾ അത് 1 ആണോ? അല്ല, 1 അല്ല. അപ്പോൾ 1 അല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി റേഞ്ചും കോഡൊമെയിനും നോക്ക്. റേഞ്ച് y ആക്സിസ് വാല്യൂസ് അല്ലേ? അപ്പോൾ താഴെ -∞ മുതൽ ഇങ്ങനെ പോയി 3 വരെ കിട്ടുന്നുണ്ട്. 3ക്ക് ശേഷം ഉണ്ട് 3ന്റെ വാല്യൂ ആണ് 3ക്ക് നേരെയുള്ള വാല്യൂ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 3ക്ക് മുകളിലോട്ടുള്ളതൊക്കെ റേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. വിച്ച് മീൻസ് എല്ലാ y വാല്യൂസും ഇവിടെ റേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. റെഡിയാണ്? അപ്പോൾ കോഡൊമെയിനും റേഞ്ചും ഇവിടെ ഏകദേശം ഈക്വൽ ആണ് എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ കേസിൽ റേഞ്ച് എന്താ? റേഞ്ച് എല്ലാ റിയൽ നമ്പറും വരുന്നുണ്ട്. കോഡൊമെയിനും എല്ലാ റിയൽ നമ്പറും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണോ? അതെ, ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. കോഡൊമെയിനും റേഞ്ച് ഈക്വലാണ്. പക്ഷെ 1 ആയിരുന്നോ? അല്ല, 1 അല്ല. കാരണം ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നോക്കിയ സമയത്ത് ഒന്നിലധികം പോയിന്റ് കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഇതിങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തത്. എക്സാമിന് നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ബൈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്, horizontal line intersect the graph at more than 1 point. So it is not 1 and on to ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു റേഞ്ച്, സോ ഇറ്റ് ഈസ് ഓൺ ടു. അത്ര എഴുതി കൊടുത്താൽ മതി. അതായിട്ടുള്ള കാര്യം, വേറൊന്നുമില്ല. ഇനി 3 sin x ഉണ്ട്, അതൊന്ന് വരച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോയി. ദെൻ വി ആർ ഗോയിങ് ടു ഡ്രോ 3 sin x. 3 sin x ഗ്രാഫ്. 3 sin x ഗ്രാഫും ഇതും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. 1 അല്ല എന്തായാലും. കാരണം ഞാൻ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിലധികം പോയിന്റിലൂടെ കടന്നു പോകുന്നുള്ളത് ഷുവറാ അല്ലേ? ഒരു ഹൊറിസോണ്ടൽ ഇങ്ങനെ വരച്ചു നോക്കുക ഒരു ലൈന്. അപ്പോൾ ഇത് 1 അല്ല, ഷുവർ. റേഞ്ച് നോക്കി, ഇതിൻ്റെ y വാല്യൂസ് വരുന്നത് -3 മുതൽ എവിടെ വരെയാ? 3 വരെയാ. അപ്പോൾ റേഞ്ചും ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അതൊന്ന് ഫില്ല് ചെയ്യാം. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റേഞ്ച് ആയിട്ട് കിട്ടിയത് കറക്റ്റ് ശ്രദ്ധിക്കണം. ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആൻസർ ചെയ്തേണ്ടത്. റേഞ്ച് ക്ലോസ്ഡ് -3, ഇതാണ് റേഞ്ച്. കോഡൊമെയിൻ 6, റേഞ്ച് -3 to 3. അപ്പോൾ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ടു ആവോ? ഇല്ല, ദിസ് ഈസ് നോട്ട് ഓൺ ടു. ഇത് ഓൺ ടു അല്ല. ഓൺ ടു അല്ല എന്ന് മനസ്സിലായി. ഇനി ഇത് 1 ആണോ? 1 അല്ല. കാരണം ഒന്നിലധികം പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഗ്രാഫിൽ ഒന്നിലധികം പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എന്തല്ല,
1 അല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. നിങ്ങൾ ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എഴുതണം കേട്ടോ. എന്താണ് റീസൺ എന്ന് ചോദിക്കുന്ന സമയത്ത് എക്സാമിന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അടുത്ത നോക്ക്, ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഫ്രം എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പർ, സേ വെദർ ദേ ആർ 1 to 1 or on to, ഫൈൻഡ് ദിയർ റേഞ്ച്. ഇത് ഞാൻ എല്ലാം ഒന്നും വരയ്ക്കുന്നില്ല, ബാക്കി നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. അപ്പോൾ അതിലൊരൊറ്റ ഒന്ന് മാത്രം ഞാൻ ചെയ്യാം, x-2/x-3. ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളേ. അപ്പോൾ നോക്കുക, അത് 1 ആണോ 1 ആണോ, അതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താം. x-2/x-3. അപ്പോൾ നോക്കിക്കോ, x-2/x-3. ഇത് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫംഗ്ഷൻ. ഹൈഡ് ചെയ്യാനാണെന്നില്ലേ, നോക്കാം നമുക്ക്. അപ്പോൾ x-2/x-3 വരയ്ക്കുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അത് ഫംഗ്ഷൻ മാറിപ്പോയില്ല. x-2 ഡിവൈഡഡ് ബൈ x-3, x-3 ഇതാണ് ആ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ, ഇത് ഹൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലേ? യെസ്, ഓക്കെ, അത് ഹൈഡായി. ഓക്കെ, ഇതാണ് x-2 ഡിവൈഡഡ് ബൈ x-3 എന്ന് പറയുന്ന ഗ്രാഫ്. നോക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നിങ്ങൾ ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്ത് നോക്കി. ഇത് 1 ആയിരിക്കുമോ? തീർച്ചയായിട്ടും ഇത് 1 നിങ്ങൾ ഇത് എവിടെ നിങ്ങളിതാ ഒരു ലൈൻ വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഒന്നിലധികം പോയിന്റിലൂടെ പാസ് ചെയ്യൂല. ഇതാ നോക്ക്, എവിടെ നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും, ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, ഒരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടിയിട്ടുള്ളൂ. ഇവിടെ വരച്ചു, ഒരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം വരും, നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വരച്ചിട്ടുണ്ടെങ്കിലോ. നിങ്ങൾ അഥവാ ഇതൊന്ന് സൂം ഇൻ ചെയ്യും, ഇതൊന്ന് സൂം ഇൻ ചെയ്തിട്ട് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടൊന്ന് സൂം ഇൻ ചെയ്താൽ മതി. ഇതൊന്ന് സൂം ഇൻ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇവിടെ എവിടെ വരച്ചാലും ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് പോയിന്റുകളാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ചെറുതായി പോവുക. അപ്പോൾ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിലും അതൊരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യും. ആൻഡ് വിച്ച് മീൻസ് ഇതെന്ത് ഫംഗ്ഷനാണ്? ഒരു 1 ഫംഗ്ഷൻ ആണ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇതൊരു 1 ഫംഗ്ഷനാണ്, അതിൽ നമുക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം 1 ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ എവിടെ വരച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഇത് എന്താ കിട്ടുന്നത്? ഒരു ഒരു പോയിന്റിലൂടെ ഫംഗ്ഷൻ്റെ ഗ്രാഫിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് 1 നോ പ്രോബ്ലം. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതിൻ്റെ റേഞ്ച് നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ 1 മുതൽ പോസിറ്റീവും കിട്ടുന്നുണ്ട്, 1ന് താഴോട്ടും 1ന് മുകളിലോട്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സൂം ഇൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരിക്കലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാ നോക്ക്, ഒരിക്കലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവില്ല. ഇതാണ് 1 വരുന്ന ലൈന്, ഇതാ നോക്ക് 1 വരുന്ന ലൈന്. ഇതൊരിക്കലും 1ലേക്ക് അടുക്കൂല, സോറി 1ലെത്തൂല. ഇതിങ്ങനെ നീണ്ട് പോകും, പക്ഷെ ഇത് ഒരിക്കലും 1 ആവില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ്റെ നമ്മൾ എഴുതിയ ഈ ഒരു ഫംഗ്ഷൻ ഇല്ലേ, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്, അതായത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ചാണ്. എല്ലാ റിയൽ നമ്പറും വരുന്നുണ്ട്, പക്ഷേ എത്ര നോക്കിയിട്ടും 1 എന്ന് പറയുന്ന വാല്യൂ മാത്രം വരുന്നില്ല. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. അപ്പം നമ്മളിതാ വെറുതെ ഒന്നിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നോക്ക് നിങ്ങൾ, r-3 to r-1. ഈ r-1 എന്ന് പറഞ്ഞാൽ കോഡൊമെയിനാണ്. അപ്പം ഈ ഫംഗ്ഷനെ പറ്റി നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ റേഞ്ചും r-1 ബൈ ഗ്രാഫ്. നമുക്ക് ഗ്രാഫ് ഒബ്സർവ് ചെയ്ത സമയത്ത് റേഞ്ചും r-1 ആണ്, ആൻഡ് കോഡൊമെയിനും എന്ത് തന്നെയാണ്? r-1. അപ്പം റേഞ്ചും കോഡൊമെയിനും ബേസിക്കലി എന്താ? ഈക്വലാ. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് പറയാം? ദിസ് ഈസ് ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പം നിങ്ങളോട് ചോദിച്ചത് ഇതിൻ്റെ ഇത് ഓൺ ടു ആണോ എന്നുള്ളതാണ്. റേഞ്ച് നമ്മൾ ഗ്രാഫ് വെച്ച് കണ്ടെത്തുകയും ചെയ്തു, r-1. കോഡൊമെയിനും r-1 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് എവിടുന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ രണ്ടാമത്തെ സെറ്റിനെ കോഡൊമെയിൻ എന്ന് പറയാം. അപ്പോൾ റേഞ്ച് കോഡൊമെയിൻ ഈക്വൽ ആണ്, ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഐഡിയ മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇതാണ് സംഭവം. ഇതും കിട്ടണം നിങ്ങൾക്ക്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതേപോലെ വരുന്നതാണ്, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ആൻഡ് ഇനി അടുത്തത് ഇതൊക്കെ ഓക്കെ. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. ആ ഒരു ആക്ടിവിറ്റി കൂടി ഈ ഒരു ചോദ്യം വെച്ച് ചെയ്ത് തന്നിട്ട് ഞാനൊരു PYQ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൺസിഡർ ദ ഫംഗ്ഷൻ f from r to r defined by f of x equal to x² + 1. ഈസ് ഇറ്റ് 1 or on to? ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബവ് ഫംഗ്ഷൻ. നമ്മൾ ആദ്യം ആ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണ്. x² + 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു വെക്കുന്നു. x² + 1ൻ്റെ ഗ്രാഫ് വരച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക്, ഞാൻ ഒരു പുതിയ വിൻഡോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? പുതിയ വിൻഡോ എടുക്കണമെങ്കിൽ പുതിയ വിൻഡോ എടുക്കാം.
എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഗ്രാഫാണ് എനിക്ക് വരയ്ക്കേണ്ടത്. എന്നിട്ട് ആ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുമാണ്. സോ നോക്കിക്കോ, ഞാൻ ഇൻപുട്ട് പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരച്ചു. ഞാൻ കൺട്രോൾ ചെയ്യാൻ അടിച്ചിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് വരുത്തിച്ചു. ഇത് 1 ആണോ ഓൺ ടു ആണോ? 1 അല്ല എന്നുള്ളത് ഷുവർ അല്ലേ? 1 അല്ല എന്നുള്ളത് ഷുവറാ. രണ്ട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് പറയാനുണ്ടാവുക. ഈ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ? നിങ്ങളുടെ നമ്മളിപ്പോൾ എഴുതിയ ഈ ഫംഗ്ഷൻ ഇല്ലേ, ഈ ഫംഗ്ഷൻ്റെ പേര് എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് പോകുന്ന എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനാണിത്. എക്സ് സ്ക്വയർ പ്ലസ് 1, ഇവിടെ ഞാൻ എക്സ് സ്ക്വയർ ആണ് എഴുതിയത്. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ കോഡൊമെയിൻ ആറാണ്. കോഡൊമെയിൻ എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റിസൾട്ട് എഴുതി കൊടുക്കട്ടോ. കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ. ആൻഡ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഈസ് ഇറ്റ്സ് റേഞ്ച്? റേഞ്ച് നിങ്ങൾ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. 1 മുതൽ ഇൻഫിനിറ്റി, ഇവിടെ 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഇത് ഗ്രാഫ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് y വാല്യൂസ് 1 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ? അപ്പോൾ നിങ്ങൾ റേഞ്ച് എഴുതുന്ന സമയത്ത് ദാ ക്ലോസ്ഡ് 1 ക്ലോസ്ഡ് ആണ്, അത് ടു ഇൻഫിനിറ്റി, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റും ഇത് ക്ലോസ്ഡും ആണ് കേട്ടോ. ഇത് ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. ദിസ് ഗ്രാഫ് ഈസ് അല്ലെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. ദിസ് ഈസ് നോട്ട് ഓൺ ടു. ബൈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും. ദിസ് ഈസ് നോട്ട് 1 1. അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക? നിങ്ങൾ അത് ഒറ്റ ഡെഫിനിഷൻ എഴുതിയാൽ മതി. ബൈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ദിസ് ഈസ് നോട്ട് 1 1 അല്ലെങ്കിൽ നോട്ട് 1 to 1, എങ്ങനെ എഴുതിയാലും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ പറഞ്ഞു നോക്കിക്കോ. റീഡിഫൈൻ ദ ഫംഗ്ഷൻ ബൈ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ്സ് കോഡൊമെയിൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഓൺ ടു. ഇത് ഓൺ ടു ആകണമെങ്കിൽ ഇതിൻ്റെ കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ മക്കളെ നിങ്ങളോട്. ഇതിൻ്റെ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇത് എന്താകും? ഓൺ ടു ആകും. അങ്ങനെയാണ് കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ റേഞ്ച് എന്തായാലും ഇനി മാറ്റാൻ പറ്റൂല. അപ്പോൾ കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്ത് കാര്യം മനസ്സിലാവുക? ആ ഫംഗ്ഷൻ ഓൺ ടു ആകുക എങ്ങനെയാണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനൊരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, ഇതിൻ്റെ കോഡൊമെയിൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാ നോക്ക്, കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ ഇങ്ങനെ വരിക. ഇപ്പൊ റേഞ്ച് എന്താ? ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി. അപ്പൊ ടു ബിക്കം ഓൺ ടു ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? കോഡൊമെയിൻ റെസ്ട്രിക്റ്റഡ് കോഡൊമെയിൻ എന്നൊക്കെ എഴുതാം. അത് എഴുതാനുള്ള ഒരു ത്രാണി നമ്മുടെ പെന്നിനില്ല. ഓക്കെ, എന്നാൽ ഞാൻ എഴുതാം. ടു ബിക്കം ഓൺ ടു കോഡൊമെയിൻ എന്ത് ആയാൽ മതി? കോഡൊമെയിൻ റേഞ്ച് ആയാൽ മതി. കോഡൊമെയിൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് നിങ്ങളിവിടെ എടുത്തത് എന്താണോ അതായാൽ മതി. അതായത് ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി ആയാൽ മതി. ആ കാര്യം മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഓൺ ടു റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ കോഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആക്കുക? നിങ്ങൾക്ക് ആ കിട്ടുന്ന ഫംഗ്ഷൻ ഇല്ലേ, ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കുക. 1 to ഇൻഫിനിറ്റി ആണെങ്കിൽ കോഡൊമെയിനും 1 to ഇൻഫിനിറ്റി ആക്കിയാൽ മതി. ഓക്കെ, ഈ ആറല്ല റെസ്ട്രിക്റ്റ് ചെയ്ത കോഡൊമെയിൻ 1 to ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് രണ്ടും സെയിം ആയി, ഓൺ ടു ആയി. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇനി അടുത്തത് ഇത് 1 1 ആക്കണം. 1 1 ആക്കണമെങ്കിൽ ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി 1 1 ആക്കണമെങ്കിൽ ഒരു ഈസി ഐഡിയ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ഈസി ഐഡിയ എന്ന് പറയാൻ ഈസി ഐഡിയ തന്നെ ആയിരിക്കും. നോക്കാം നമുക്ക്. ഇനി അത് പോട്ടെ, അതിപ്പോൾ നമ്മൾ എഴുതി ഫ്രം ദ ഗ്രാഫ് function we can see that if restrict 0 to infinity function become on to. 0 to infinity ആയാൽ ഫംഗ്ഷൻ ഓൺ ടു ആകുന്ന പറഞ്ഞത്. ഓൺ ടു അല്ല, 1 1 ആകുന്ന പറഞ്ഞത്. അപ്പോൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഫംഗ്ഷനെ 1 1 ആക്കാം? ഇപ്പോൾ ഇതാ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി ടു 1 to ഇൻഫിനിറ്റി. ഇത് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്ത സമയത്ത് 1 to ഇൻഫിനിറ്റി, ആർ ടു 1 to ഇൻഫിനിറ്റി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി എന്ത് കിട്ടും? കോഡൊമെയിൻ ആണെന്ന് മനസ്സിലാവും. പക്ഷേ ഇത് ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. നേരത്തെ ആർ ടു ആർ ആയിരുന്നു. അപ്പോൾ നമ്മൾ കോഡൊമെയിൻ ആക്കണമെങ്കിൽ റേഞ്ചിനെ കോഡൊമെയിൻ ഈക്വൽ ആക്കി. അപ്പോൾ കോഡൊമെയിൻ 1 to ഇൻഫിനിറ്റി ആക്കി. ഇനി 1 1 ആക്കണമെങ്കിൽ ഡൊമെയിനിൽ ഒരു മാറ്റം വരുത്തണം. അതെന്താണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് ഡൊമെയിനിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാം മക്കളെ? നിങ്ങൾ ഐഡിയ മനസ്സിലാക്കണേ. ബേസിക്കലി നിങ്ങൾ ഗ്രാഫ് കറക്റ്റ് നടുവിൽ മുറിച്ചാൽ മതി. അതായത്
ഈ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് 2 വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? ഇവിടെ 2 ഭാഗമാണ് കറക്റ്റ്. നമ്മൾ ബോഡി എടുത്തു നോക്കിയാൽ മതി. ബോഡി സിമെട്രിക്കാണ്. നമ്മൾ കറക്റ്റ് നടുവിൽ മുറിച്ചാൽ കറക്റ്റ് ഒരു കൈ ഒരു ഭാഗത്തോ ഒരു കൈ ഒരു ഭാഗത്തോ. അല്ലാതെ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് നേരെ ഒരു വടി നേരെ വെച്ചാൽ 2 കൈയിലൂടെയും പാസ് ചെയ്തു. അപ്പോൾ ഒരു കൈയിലൂടെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് നടുവിൽ മുറിക്കുക. നമ്മളെ ബോഡിൻ്റെ നടുവിൽ മുറിക്കുക. എന്നിട്ട് ഒരു പാർട്ട് അവിടേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ വടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കൈയുള്ള ഒരു പാർട്ട് കൂടി മാത്രമേ പോകൂ. അതാലോചിച്ചാൽ മതി. അപ്പോൾ ഇതിനെ ഞാനിന്ന് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇതിനെ 1 ആക്കണമെങ്കിൽ ഇപ്പോൾ ഇത് 1 അല്ല. അപ്പം ഞാനേ ഈ ലെഫ്റ്റിലുള്ള ഈ പാർട്ട് ഒന്നെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ റൈറ്റിലുള്ള ഈ പാർട്ട് ഒഴിവാക്കാം. ഏത് ഒഴിവാക്കണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കറക്റ്റ് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നേരെ താഴോട്ടേക്ക് മുറിക്കുകയാണെന്ന് വിചാരിച്ചോ. ഇത് ഞാൻ നേരെ താഴോട്ട് മുറിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്കത് ഐഡിയ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ നേരെ താഴോട്ടേക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 1 ആവും. അപ്പോൾ 1 ആക്കണമെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിലാണ് മാറ്റേണ്ടത്. ഇവിടെ 0 അല്ലേ? അപ്പോൾ 0ക്ക് ശേഷം ഇങ്ങോട്ട് ഒരു കറക്റ്റ് ഒരു ഭാഗവും 0ക്ക് മുമ്പ് ഇങ്ങോട്ട് കറക്റ്റ് ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 2 ഭാഗമാക്കിയിട്ട് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ ടു മേക്ക് ഇറ്റ് ഈസ് 1 ആകണമെങ്കിൽ നിങ്ങൾക്ക് 2 റീജിയൻ സെലക്ട് ചെയ്താൽ മതി. 1 ആകണമെങ്കിൽ നിങ്ങളുടെ ഡൊമെയിൻ റീജിയനെ ഇതാ നിങ്ങൾക്ക് 2 ആക്കാം. 2 ആയാലും പ്രശ്നമില്ല. ഒന്നെങ്കിൽ ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി വരെ എടുത്താൽ നിങ്ങളുടെ അത് 1 ആവും. കാരണം ഒരു കറക്റ്റ് സിമെട്രിക് ആകുന്ന സമയത്തുള്ള ഒരു പീസാ 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്താലും തെറ്റൊന്നുമില്ല. -ഇൻഫിനിറ്റി to 0 വരെ എടുത്തിട്ടുണ്ടെങ്കിലും ശരിയാ. ഇത് രണ്ടും നിങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആയിട്ട് എടുക്കാം. എന്തിന്? ഈ ഫംഗ്ഷൻ 1 ആക്കാൻ. മനസ്സിലായോ? കറക്റ്റ് ഞാൻ മുറിച്ച സമയത്തുള്ള ആ ഒരു ഐഡിയ മനസ്സിലായോ? ലെഫ്റ്റ് സൈഡിൽ ഇവിടെ -ഇൻഫിനിറ്റിയാണ്, ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻഫിനിറ്റിയാണ് വരിക. അപ്പോൾ -ഇൻഫിനിറ്റി മുതൽ 0 വരെ വന്നാൽ അത് 1 അപ്പോൾ നിങ്ങളിതാ ഇപ്പോൾ -ഇൻഫിനിറ്റി 0 വരെയാണ് വരുന്നത് വിചാരിച്ചു നോക്കൂ. എവിടെ നിങ്ങളൊരു ലൈൻ വരച്ചാലും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. 0 വരെ അല്ലേ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വരെ ഏതൊരു ലൈൻ വരച്ചാലും ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. നോ പ്രോബ്ലം. റെഡി? ഓക്കെ. അപ്പോൾ 1 ആകണമെങ്കിൽ ഡൊമെയിൻ എന്താക്കണം? 0 to ഇൻഫിനിറ്റി വരെ എടുക്കുക. അപ്പോൾ ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി. ഓൺ ടു ആകണമെങ്കിൽ റേഞ്ചിന് ഈക്വൽ ആക്കുക. അപ്പോൾ 1 to ഇൻഫിനിറ്റി. അപ്പോൾ നോക്കിക്കേ, സോ ദ ഫംഗ്ഷൻ 0 to ഇൻഫിനിറ്റി ഇതാണ് നമ്മൾ 1 ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള റീജിയൻ. ആൻഡ് 1 to ഇൻഫിനിറ്റി ഇത് കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ഇൻ്റർവെൽ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ എന്ത് വരിക? ഈ ഫംഗ്ഷൻ 1 ഓൺ ടു ആകണമെങ്കിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഫംഗ്ഷൻ 1 ഓൺ ടു ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈജക്ഷൻ. എന്താ ഈ ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകുക? ബൈജക്ഷൻ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ ബോത്ത് 1 ആൻഡ് ഓൺ ടു ഒരേ സമയം 1 ആയിരിക്കണം, അതേപോലെ ഓൺ ടു ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവും. അതൊക്കെ നിങ്ങൾ തിയറി പഠിച്ചതാ. അപ്പോൾ നോക്ക്, 1 ആകണമെങ്കിൽ ഞാൻ ആ ഡൊമെയിൻ 0 മുതൽ ഇൻഫിനിറ്റി വരെ ആക്കണം. എല്ലാ റിയൽ നമ്പേഴ്സും പറ്റൂല. 0 മുതൽ ഇൻഫിനിറ്റി വരെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ എക്സ് ആക്സിനെ റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഡൊമെയിൻ മാറി 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഓൺ ടു ആക്കണമെങ്കിൽ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആകണം. റേഞ്ച് ഇതിൻ്റെത് 1 to ഇൻഫിനിറ്റി ആയതുകൊണ്ട് കോഡൊമെയിനും 1 to ഇൻഫിനിറ്റി ആക്കി. അത്രയുള്ള പരിപാടി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഐഡിയ കേട്ടോ. സോ ഇനിയിപ്പോൾ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ എബവ് ഫംഗ്ഷൻ. യൂസ് ഇൻപുട്ട് കമാൻഡ് ഇഫ് x ഗ്രേറ്റർ ദാൻ 0 x² + 1 ഇഫ് x ഗ്രേറ്റർ ദാൻ 0 f ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 f അങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞത്. റെഡി? അതെന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അതെങ്ങനെയാണെന്നറിയോ? അതൊക്കെ ഈസി ആട്ടോ, അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് പ്യുവർ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇഫ് വെച്ച് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് കണ്ടീഷൻ തന്നെ കൊടുക്കാം. നമ്മൾ കൊടുത്ത കണ്ടീഷൻ എന്താ? ഡൊമെയിൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ പിന്നെ വരുന്നത് എന്തായിരിക്കും? വരുന്നത് നിങ്ങൾ ഇവിടെ കൊടുത്ത ഈ എഫ് തന്നെ, എഫ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതാ നോക്ക്, എഫ് സ്മോൾ എഫ് ആണ്. നിങ്ങൾ എന്താണ് എഫ് കൊടുത്തത് അത് എന്നിട്ട് എൻ്റർ അടിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എഫ് ഓഫ് എക്സ് വെച്ച് എഴുതിയത്. ഓക്കെ, അപ്പം പ്രശ്നമല്ല. അപ്പം നിങ്ങൾ എഫ് അൺഡിഫൈൻഡ് വേരിയബിൾ എക്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കാണട്ടോ. അപ്പോൾ എന്താ വിഷയം എന്ന് അറിയൂടാ? ഈ ക്യാപിറ്റൽ എക്സ് കൊടുത്തത് കൊണ്ടുള്ള വിഷയമാണ്. ക്യാപിറ്റൽ എക്സ് മാറ്റി സ്മോൾ എക്സ് ആക്കിയെങ്കിൽ അത് കറക്റ്റ് ആവും. കണ്ടോ നിങ്ങൾ? ഞാനിപ്പോൾ ഈ എഫ് ഇത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ 1 ആദ്യത്തെ ഈ ബ്ലൂ എന്ന് പറയുന്നത്
മൊത്തത്തിലുള്ള ഇത് നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഞാൻ അത് ഒഴിവാക്കി. ഇപ്പം ഈ ഇൻപുട്ട് കൊടുത്ത സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് നിങ്ങളുടെ ഫംഗ്ഷൻ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കൊടുത്ത കണ്ടീഷൻ നോക്കേ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദെൻ എഫ് ഓഫ് എക്സ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെ. അപ്പോൾ നോക്ക്, ഇതാണ് ഫംഗ്ഷൻ. ഇത് 1 ആണോ? 1 ആണ്. ഓൺ ടു ആണോ? ഓൺ ടു ആണ്. ഏത് സമയത്ത്? നമ്മുടെ കോഡൊമൈന് 1 to ഇൻഫിനിറ്റി ആകുന്ന സമയത്ത്. ഇങ്ങനെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇനി ഇത് ആൻസർ വരുന്ന രീതിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എക്സാമിന് ചോദിച്ച, അപ്പോൾ ഇത് ഓക്കെ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ 1-2 ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. റെസ്ട്രിക്റ്റ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ സോ ദാറ്റ് ദേ ബിക്കം ബൈജക്ഷൻ. അത് ബൈജക്ഷൻ ആകണമെങ്കിൽ, ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് 1 ആൻഡ് ഓൺ ടു, ദാറ്റ് ഈസ് കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതാണ് ബൈജക്ഷൻ. അപ്പോൾ ഇത് 1 ഓൺ ടു അല്ലെങ്കിൽ ബൈജക്ഷൻ ഒക്കെ ആകണമെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ബൈജക്ഷൻ ആക്കണമെങ്കിൽ x-2 മോഡ് x-2 തന്നിട്ടുണ്ട്. അതേപോലെ മോഡ് x-2ൻ്റെ തന്നെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇത് ഞാൻ ഇവിടുന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, മോഡ് x-2 എന്ന് പറഞ്ഞാൽ എപ്സ് അല്ലേ? അപ്പോൾ അബ്സല്യൂട്ട് ഇതിൻ്റെ ഉള്ളിൽ വരേണ്ടത് x-2. അപ്പോൾ അതാ മോഡ് x-2. ഓക്കെ, ഈ ഫംഗ്ഷൻ ഒക്കെ ഡിഫൈൻ ചെയ്തത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ്. നോ പ്രോബ്ലം. അപ്പോൾ ഇത് 1 ആക്കണമെങ്കിൽ ഞാൻ എവിടെ കറക്റ്റ് മുറിക്കേണ്ടത് നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞു സിമെട്രിക് ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റ് മുറിച്ചാൽ മതി. ഇവിടെ കറക്റ്റ് മുറിച്ചാൽ 2 മുറി വരിക. അപ്പോൾ 2 to ഇൻഫിനിറ്റി എടുത്താൽ മതി. 1 ആക്കണമെങ്കിൽ ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെടുത്താൽ മതി? 2 to ഇൻഫിനിറ്റി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കി, ഇത് ബൈജക്റ്റീവ് ആക്കി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇഫ് നോക്കണേ, നമ്മൾ കൊടുത്ത കണ്ടീഷന് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ദെൻ ഇവിടെ വരിക ഒന്നെങ്കിൽ അബ്സല്യൂട്ട് മോഡ് x-2 എന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ എച്ച് എന്ന് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നോക്ക്, അവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തതിൽ എന്തോ ഒരു പ്രശ്നം വന്നു. ദെൻ ഓക്കെ, എക്സ് ഈക്വൽ ടു 2 ആണ് കൊടുത്തത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഒരു കോമ അധികം വന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആവും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ മോഡ് x-2. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇപ്പോൾ ഇത് 1 അല്ലേ? നിങ്ങൾ എവിടെ ഒരു ലൈൻ വരച്ചാലും അതൊരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യും, ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അതാണ് സംഭവം. ഐഡിയകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നേ ഉള്ളൂ. റെഡി? ഇനി ഇപ്പോൾ 1 ആക്കണമെങ്കിൽ 2 to ഇൻഫിനിറ്റി ആക്കിയാൽ മതി. എന്ത്? ഡൊമൈൻ. ഓൺ ടു ആക്കണമെങ്കിൽ കോഡൊമൈൻ എന്താ നോക്ക്. കോഡൊമൈൻ 6 ആയിരിക്കും തന്നിട്ടുണ്ടാവുക ആദ്യ ഫംഗ്ഷൻ്റെത്. പക്ഷേ റേഞ്ച് ഇവിടെ 0 to ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ കോഡൊമൈനും 0 to ഇൻഫിനിറ്റി ആക്കുക. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ, കാര്യം മനസ്സിലായോ? അതായത് എഫ് ഫ്രം ആർ ടു ആർ മോഡ് x-2 ആണ് ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഇതാ നോക്കിയേ, ഞാൻ വെറുതെ ഒന്ന് എഴുതി തരാം. എഫ് ഫ്രം ആർ ടു ആർ മോഡ് x-2 ആയിരിക്കും നിങ്ങളുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് 1 ആക്കണമെങ്കിൽ ഇതാണ് നിങ്ങളുടെ കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് എന്താവും? ഓൺ ടു ആവും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ബേസിക്കലി റേഞ്ച് വരുന്നത് y ആക്സിസ് വാല്യൂസ് ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ബൈജക്ഷൻ ആക്കണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബൈജക്ഷൻ ആക്കണമെങ്കിൽ ഈ ഡൊമൈനും റേഞ്ചും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ റേഞ്ച് എന്താണോ അത് തന്നെ ആയിട്ട് ആരെ നിങ്ങൾ മാറ്റുക? കോഡൊമൈനെ നിങ്ങൾ മാറ്റുക. അപ്പോൾ കോഡൊമൈനും എന്ത് തന്നെ വരും? ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി തന്നെ വരും. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡൊമൈൻ ഞാൻ എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? 1 ആക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഓൾറെഡി റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളോട് പറഞ്ഞു സിമെട്രിക്ക് കിട്ടിയാൽ മതി, കറക്റ്റ് നടുവിൽ വെച്ച് മുറിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നടുവിൽ വെച്ച് മുറിക്കുന്ന സമയത്ത് 2 to ഇൻഫിനിറ്റി ആണ്. എക്സ് ആക്സിസ് വാല്യൂസ് അല്ലേ ഡൊമൈൻ. അപ്പോൾ 2 to ഇൻഫിനിറ്റി ആണ് ആക്ച്വലി എന്ത് വരിക? ഡൊമൈൻ വരിക. ഇതാണ് ഐഡിയ. റെഡി? കാര്യം മനസ്സിലായോ? അപ്പോൾ ഞാനിത് ഇവിടേക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. ഡൊമൈൻ 2 to ഇൻഫിനിറ്റി ആണ് അവിടെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്ത അതേ സാധനം തന്നെ. റേഞ്ച് കോഡൊമൈൻ ഇപ്പോൾ നമ്മൾ ബൈജക്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്താ കോഡൊമൈൻ കൊടുക്കേണ്ടത്? ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതും കിട്ടും. ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ആൻഡ് മറ്റേത് ഓപ്പൺ. ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ രീതിയിലൊക്കെ ഈ ഫംഗ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് വന്നത് ആ ഒരു രീതിക്ക് ഒരു ചോദ്യം ചെയ്യുന്നത് കാണിച്ചു തരാം.
ആദ്യത്തത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x³ പ്ലസ് എക്സ് പ്ലസ് 1. അത് 1 ആണോ 2 ആണോ എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ ചെയ്യുന്നില്ല. 1 ആണോ 2 ആണോ എന്ന് ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. റേഞ്ച് 6 ആണെങ്കിൽ അതെന്തായാലും 2 ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുള്ളതെങ്കിൽ അത് 1 ആയിരിക്കും. റെഡി, ഇത് വരച്ചു നോക്കാം. എഫ് ഫ്രം ആർ ടു ആർ. ഈ എഫ് ഫ്രം ആർ ടു ആർ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത് എഴുതിയ 6 ഉണ്ടല്ലോ, ഈ 6 ആയിരിക്കും ബേസിക്കലി അപ്പോൾ നമ്മുടെ ആര് കോഡൊമെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇതല്ലേ നമ്മുടെ അവിടുത്തെ കോഡൊമെയിൻ വരിക. അപ്പോൾ കോഡൊമെയിൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ദിസ് ഈസ് അവർ കോഡൊമെയിൻ. ഇനി നോക്കി ഈ ഫംഗ്ഷൻ ഒന്ന് നമുക്ക് ഡ്രോ ചെയ്യാം. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ഗ്രാഫ് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്തേണ്ട ഒരു രീതിയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നോക്ക്, ഞാൻ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം, അല്ലെ പുതിയതെടുക്കാം. ന്യൂ വിൻഡോ എടുക്കാം. പുതിയ വിൻഡോ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, എന്നിട്ട് നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു? കൺട്രോൾ എം. ഫംഗ്ഷൻ 2 + 2x - x² അല്ലേ? 2 + 2x - x². 2 + 2x - x². ഓക്കെ, ഇൻപുട്ടിൽ പോയിട്ട് 2 + 2x - x² എന്ന് പറഞ്ഞ് ഞാൻ ആ ഫംഗ്ഷൻ വരച്ചു. ഇതാണ് ഫംഗ്ഷൻ. ഐഡൻറ്റിഫൈ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഡൊമെയിനും റേഞ്ചും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല മക്കളല്ലേ. അപ്പോൾ നോക്ക്, ഡൊമെയിൻ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ റിയൽ നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓൾ റിയൽ നമ്പേഴ്സ് വരുന്നുണ്ട്. റേഞ്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, റേഞ്ച് y ആക്സിസ് വാല്യൂസ് തുടങ്ങുന്നത് നല്ല ആക്ച്വലി 3 താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ താഴോട്ടേക്ക് എന്ന് പറയുമ്പോൾ -∞ വരെ പോകുന്നുണ്ട്. അപ്പോൾ ചെറുതെന്തായാലും കിട്ടുക ഒരു കാര്യം ഉറപ്പാണ്, -∞ മുതൽ 3 വരെയാണ്. 3 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ക്ലോസ്ഡും ഇൻഫിനിറ്റി വന്നതുകൊണ്ട് ഓപ്പണും. ഇതാണ് റേഞ്ച് വരിക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ആൻഡ് ഈ ഫംഗ്ഷന്റെ കോഡൊമെയിൻ വരുന്നത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഫ്രം ആർ ടു ആർ എന്നല്ലേ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ആയിട്ടുള്ള ഇതായിരിക്കും ആക്ച്വലി എന്ത് കോഡൊമെയിൻ ആയിട്ട് വരിക. അതായത് കോഡൊമെയിൻ എന്ത് തന്നെയാണ്, നിങ്ങളുടെ റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അതും ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കോ. ഇനി ഇതാ ഗ്രാഫ് കണ്ടെത്തി വരച്ചു, റേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഡ്രോ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് സ്കെച്ച്ഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതണം. എന്നിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് റേഞ്ചും ഇത് എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതണം. റീഡിഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് ഈസ് ബൈജക്ഷൻ. ഇത് ബൈജക്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. ആരെ? നിങ്ങളുടെ ഡൊമെയിനും കോഡൊമെയിനും. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ഇനി എഴുതാൻ പോകുന്നത്. ടു മേക്ക് ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ ആദ്യം റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആവണ്ടേ. അപ്പോൾ ബൈജക്റ്റീവ് ആകണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആദ്യം ഞാൻ ഇത് നോക്കാം. എന്ത്? ഡൊമെയിൻ നോക്കാം. ഡൊമെയിൻ നിങ്ങൾ നോക്ക്, കറക്റ്റ് 3 ഇവിടെ വാല്യൂ കിട്ടുന്നത്. സിമെട്രിക് ആകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടുന്ന് നേരെ ഒരു മുറി മുറിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ ഒരു മുറി മുറിച്ചാൽ അത് നേരെ താഴോട്ട് പോയാൽ 1 എക്സ് ആക്സിലെ 1. അപ്പോൾ എക്സ് ആക്സിലെ 1 മുതൽ റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ അല്ലേ, ഇപ്പോൾ നോക്ക് നിങ്ങൾ, ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു പാർട്ടായി അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പാർട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പാർട്ട്. അപ്പോൾ ഇത് മതി ബേസിക്കലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ, ഇത് 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. കാരണം ഈ റീജിയനിൽ ഏതെടുത്താലും നിങ്ങൾക്ക് അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയാം, റെസ്ട്രിക്റ്റഡ് ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ ഡൊമെയിൻ നിങ്ങൾ എവിടെ മുതൽ എവിടെ വരെ കൊടുക്കണം? ഡൊമെയിൻ നിങ്ങൾ കൊടുക്കേണ്ടത് എക്സ് ആക്സിസിൽ 1 മുതൽ ഇൻഫിനിറ്റി വരെ. അത് മാത്രമാണോ കൊടുക്കാൻ പറ്റുക? അല്ല, നിങ്ങൾക്ക് -∞ to 1 വരെയും കൊടുക്കാം. രണ്ടും കറക്റ്റാണ്. ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ആൻസർ ശരിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തു. കോഡൊമെയിൻ ഞാൻ എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്? കോഡൊമെയിൻ അവിടുത്തെ നേരത്തെ കിട്ടിയ റേഞ്ച് എന്താണോ അത് നോക്കിയാൽ മതി. നേരത്തെ കിട്ടിയതിലുള്ള റേഞ്ച് ആക്ച്വലി ഇതാ നോക്ക്, നേരത്തെ കിട്ടിയതിലുള്ള റേഞ്ച് ഇതല്ലേ. ആ റേഞ്ച് തന്നെയായിരിക്കും നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സമയത്ത് കോഡൊമെയിനായി കിട്ടേണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതെന്തായിട്ട് മാറും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവും. അപ്പോൾ നിങ്ങളുടെ എഫ് എങ്ങനെയാണ് വരിക എന്നറിയോ? നേരത്തെ നമ്മൾ ആർ ടു ആർ ആണ് എഴുതിയതെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ വരിക ആർ ടു ആർ എന്നല്ല. ഇപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ ഇപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ വരിക ഇങ്ങനെയാണ്. എഫ് ഫ്രം ഡൊമെയിൻ റീജിയൻ എന്താ ഇപ്പോൾ
ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി. ഇതാണ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്കാ പോകുക? കോഡൊമെയിൻ റീജിയൻ ഇപ്പോൾ ഇതാ വരിക, -ഇൻഫിനിറ്റി to 3. ഇത് ക്ലോസ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ റെസ്ട്രിക്റ്റ് ചെയ്താൽ ബൈജക്റ്റീവ് ആകുന്ന റീജിയൻ. ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ പേപ്പറിൽ എഴുതണം. അപ്പോൾ നോക്ക്, റീഡിഫൈൻ ദ ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ. അത് ബൈജക്ഷൻ ചെയ്യാനുള്ള കോഡൊമെയിനും ഡൊമെയിൻ റീജിയനും നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ. എക്സാമ്പിൾ, ആ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഈസ് 3 to ഇൻഫിനിറ്റി ആണെങ്കിൽ ഗീവ് ദ ഇൻപുട്ട്. എക്സാമ്പിളാണ് ഇവർ തന്നത്. 3 to ഇൻഫിനിറ്റി ആണെങ്കിൽ ഗിവ് ഇൻപുട്ട് എഫ് ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് അവർ എക്സാമ്പിൾ മാത്രമാണ് തന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഗ്രാഫ് വരയ്ക്കണം. സിമ്പിൾ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഇൻപുട്ട് പോവുക. എടാ ഇങ്ങനെ എഴുതാനുള്ള ഓപ്ഷൻ ഒന്നും നിങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ വേറൊരു സെറ്റിങ്സ് ചെയ്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾ സിസ്റ്റത്തിലല്ല എഴുതേണ്ടത്, പേപ്പറിലാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ എഴുതിയതെന്നേ ഉള്ളൂ. നമ്മൾ ഇഫ് കൊടുക്കാം. അതായത് ഫംഗ്ഷൻ ഇപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? കണ്ടീഷൻ കൊടുക്കാം. നമ്മളുടെ എക്സിൻ്റെ വാല്യൂ, എക്സ് അതായത് ഡൊമെയിൻ എടുക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർക്ക് കൂടുതലായാൽ മതി? 1-നേക്കാളും കൂടുതലായാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ വരുന്നത് എന്താ? ദെൻ എഫ് എന്ന് തന്നെ കൊടുത്താൽ മതി. അതായത് ഇവിടെ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ്റെ പേര് എഫ് ഓഫ് എക്സ്. എഫ് എന്നല്ലേതാ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ കാണാം ആ ബോക്സിൽ. അപ്പോൾ എഫ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിട്ടും. റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഒരു ബ്ലൂ ആയിട്ട് വരുന്നത് കണ്ടോ? ഈ ഒരു ബ്ലൂ ആണ് നിങ്ങളുടെ പുതിയ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നമ്മളത് കിട്ടിയ ഫംഗ്ഷൻ 1 1 on 2 അല്ലാത്തത് കൊണ്ട് അതിനെ 1 1 on 2 ആക്കാൻ വേണ്ടി ഡൊമെയിനും കോഡൊമെയിനും റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. കാര്യം മനസ്സിലായോ? ഇനിയിപ്പോൾ അത് മുകളിലത്തതുമാണ് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ചെയ്തതിന് ശേഷമുള്ള ഗ്രാഫും കിട്ടി. ഓക്കെ, സിമ്പിളാണ്. ഐഡിയകൾ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ സേവ് ചെയ്ത് കൊടുക്കുക, ടീച്ചറെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, റെഡി? ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി വേണമെങ്കിൽ പറയാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 sec 2x ഓപ്പൺ ജിയോജിബ്ര വിൻഡോ. ഇതൊരു പുതിയ കാര്യം ചെയ്യാനുള്ളതാണ്. ഇതൊന്ന് പറഞ്ഞുതരാം. ഡ്രോ ദ എബവ് ഫംഗ്ഷൻ, ഒബ്സർവ് ഗ്രാഫ്, ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്, റീഡിഫൈൻ കോഡൊമെയിൻ ആൻഡ് ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ ഓഫ് ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് ഈസ് ബൈജക്ഷൻ. എന്നിട്ട് അത് മാറ്റി വരയ്ക്കാനോ പറഞ്ഞത്. ഓക്കെ, അതുകൂടി ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടായേക്കാം, പക്ഷെ നിങ്ങളത് കാര്യമാക്കണ്ട കേട്ടോ. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അതൊന്നും നിങ്ങൾ കാര്യമാക്കിയ വേണ്ട. അപ്പോൾ നോക്ക്, ഷിഫ്റ്റ് F9. ഞാൻ ഈ ഫംഗ്ഷനും കൂടി ഒന്ന് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് തോന്നുന്നു. ഇതൊരു എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ആട്ടോ. ഞാൻ ടെക്സ്റ്റ് മാത്രമൊന്നല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ്. 3 sec 2x അല്ലേ. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സ് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് π/4 കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എക്സ് ആക്സിൽ പോയിട്ട് അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. സോറി, ഫംഗ്ഷൻ നോക്കാൻ മറന്നുപോയി. 3 sec 2x. ഓക്കെ, 3 sec 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം വരയ്ക്കും നമ്മൾ. 3 sec 2x 3 sec 2x ഇതാണ് ഫംഗ്ഷൻ. 3 sec 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. വെറുതെ ഇൻപുട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിക്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ, ഗ്രാഫിക് വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആക്സിസ് എന്ന് പറഞ്ഞൊന്ന് നിങ്ങൾക്ക് കാണാം. ആക്സിസ് പോയി സെലക്ട് ചെയ്യുക. ആക്സിസ് സോറി, അത് പോയതാണ് കേട്ടോ ചെയ്തത്. അവിടെയല്ല. ഗ്രാഫിക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ്, ഒരു സിമ്പലോട് കൂടി ഒരു സാധനം കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസ് എന്ന് കാണാം. എക്സ് ആക്സിൽ ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എന്ന് കാണാം. അവിടെ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഒരു ടേബിൾ ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ ഒരു ആരോ കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ π/2 എന്നൊക്കെ ഉള്ളത് നമ്മളോട് π/4 ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ π/2 തന്നെ ക്ലിക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് ഒരു ബാക്ക് സ്പേസ് അടിച്ചിട്ട് ആ 2 മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? 4 ആക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, π/4 വന്നു. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ സ്കെയിലിങ്ങും π/4 ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റെഡി? അപ്പോൾ ഇങ്ങനെ തന്നെ ഗ്രാഫ് കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെ മാർക്ക് കിട്ടൂല. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇവിടെ താഴത്ത് കാണുന്നുണ്ട്. ഈ രീതിയിലായിരിക്കും ഗ്രാഫ് വരിക. അപ്പോൾ ഈ രീതിയിൽ അവർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരൂല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? നോക്ക്, ഈ രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ബുദ്ധിമുട്ടില്ല, അപ്പോൾ കറക്റ്റാണ്. 2ൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതെന്താവുന്നത്? യു ഷേപ്പ് ആകാൻ പോകുന്നത്. 2ൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് യു ഷേപ്പ് ആയി പോകുന്നത്. അപ്പോൾ അത് റെഡി. ഇനി വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. പിന്നെ ബൈജക്ഷൻ ആകാൻ വേണ്ടി ഡൊമെയിനും കോഡൊമെയിനും റെസ്ട്രിക്റ്റ് ചെയ്യാനുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം
കറൻ്റ്ലി ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഇപ്പോൾ വരുന്നത് എഫ് ഫ്രം ആർ ടു ആർ എന്നല്ലേ? എഫ് ഫ്രം ആർ ടു ആർ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് പോകുന്ന ഏതാണ് ഫംഗ്ഷൻ? 3sec2x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് 3sec2x. ആൻഡ് ഇത് ഡൊമെയിൻ റേഞ്ച് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ നോക്ക്, ഫൈൻ ഇറ്റ്സ് റേഞ്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ റേഞ്ച് മാത്രം എഴുതിയാൽ മതി, ഡൊമെയിൻ എന്ന് വെറുതെ ചാടിക്കറി എഴുതാൻ നിൽക്കണ്ട. ട്രിഗണോമെട്രി സീക്കെക്സിൻ്റെ ഒക്കെ റേഞ്ച് ഡൊമെയിൻ എഴുതുന്ന സമയത്ത് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം അത് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. റെഡി? അതായത് ഇത് ചില പോയിന്റുകളിൽ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ π/4കളൊന്നും എക്സ് ആക്ച്വലി ഡിഫൈൻഡ് അല്ല. π/4, 3π/4, 5π/4, 7π/4 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് എഴുതേണ്ടത്. പക്ഷെ ചോദിക്കാത്തത് കൊണ്ട് എഴുതണ്ട. റേഞ്ച് നോക്ക് നിങ്ങൾ. -3ക്ക് താഴോട്ടുള്ള എല്ലാ വാല്യൂ ഉണ്ട്, 3ക്ക് മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇപ്പം നിങ്ങളുടെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ എങ്ങനെ എഴുതേണ്ടത്? -3ൻ്റെ 3ൻ്റെ ഇടയിലുള്ള വാല്യൂസ് വരുന്നില്ല. -3യും 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഞാൻ എല്ലാ റിയൽ നമ്പറും എടുക്കും. അതിൽ നിന്ന് -3ൻ്റെയും 3ൻ്റെ ഇടയിലുള്ള വാല്യൂസ് അങ്ങ് മൈനസ് ചെയ്യും. അപ്പം ഓപ്പൺ -3 എന്നാണ് കൊടുക്കേണ്ടത്. കാരണം -3ൻ്റെ 3ൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂ ഒഴിവായാൽ മതി. -3യും 3യും ഒഴിവാകണ്ട. അത് രണ്ടും ഒഴിവാകണമെങ്കിൽ ക്ലോസ്ഡ് കൊടുത്താൽ മതിയായിരുന്നു. കാരണം -3യും 3യും നമുക്ക് റേഞ്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, ബൈജക്ഷൻ ആക്കണമെങ്കിൽ ഇതൊരുപാട് റീജിയനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു സിമെട്രിക് ആയിട്ട് ഒരു മുറി മുറിച്ചാൽ മതി. അപ്പോൾ സിമെട്രിക് ആയിട്ട് മുറിക്കുന്ന സമയത്ത് അത് കറക്റ്റ് നിങ്ങൾക്ക് കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പോൾ റേഞ്ച് r -3 to 3 അല്ലേ? അപ്പോൾ അതാ ഒന്ന് ഇവിടെ ഒരു മുറി മുറിക്കാം. ഇവിടെ ഒരു മുറി മുറിച്ചിട്ടുണ്ടെങ്കിൽ 3 to ഇൻഫിനിറ്റി വരെയുള്ള എല്ലാം റേഞ്ച് ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാം മുറിക്കാൻ പറ്റില്ല. ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു മുറി മുറിക്കാം. ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു മുറി മുറിക്കാം. പിന്നെ അടുത്തത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു മുറി മുറിക്കാം. ഇവിടെ മുതൽ ഇവിടെ വരെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക്. ഇപ്പോൾ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെയാണ് മുറിച്ചതെങ്കിൽ ഇവിടെ ഒരു മുറി മുറിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീജിയൻ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു മുറി മുറിച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂസ് ഇതാണ് വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് വരച്ചാൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. അതായത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത കാര്യം കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആക്കണം എന്നല്ലേ ആദ്യം പറഞ്ഞത്, റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈജക്ഷൻ ആണെങ്കിൽ നോക്കിക്കോ, വളരെ സിമ്പിളായുള്ള കാര്യം, അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. ബൈജക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കോഡൊമൈൻ എന്താക്കി മാറ്റുക, നമുക്ക് കിട്ടിയ റേഞ്ച് എന്താ, r -3 to 3 ആക്കുക കോഡൊമൈൻ. അപ്പോൾ അത് റെഡി. ഇനി ഡൊമൈൻ നിങ്ങൾ മാറ്റണം. ഡൊമൈൻ നിങ്ങൾ മാറ്റുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല എവിടെ വേണമെങ്കിലും അങ്ങനെ 2 മുറികൾ മുറിക്കാം. അപ്പോൾ മുറികൾ മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് റേഞ്ചും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇവിടുന്ന് നമ്മളൊരു മുറി മുറിച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെ പോകും, മുകളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് മുറിക്കട്ടോ. ഇവിടെ ഒരു മുറി മുറിച്ചാൽ ഇവിടുന്ന് മുകളിലോട്ട് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നിങ്ങൾ മുറിക്കേണ്ടത് ഇവിടെ ആയിരിക്കും. ഇവിടെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതെടുക്കാം, അതേപോലെ തന്നെ ഇതും എടുക്കാം. ഇതൊരൊറ്റ ഒന്നായിട്ട് എടുക്കേണ്ടത്. നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്നത് എക്സ് ആക്സിലെ 0 മുതൽ ഇവിടെ നോക്കി, ഇവിടെ മുറിച്ച പോയിന്റ് π/4 വരെ. 0 മുതൽ π/4 വരെ നിങ്ങൾക്ക് ഒരു മുറി മുറിക്കാം. അപ്പോൾ ഡൊമൈൻ നമ്മൾ എടുക്കുക എങ്ങനെയാണെന്നറിയോ, ക്ലോസ്ഡ് 0 to π/4. പിന്നെ അടുത്തതോ π/4 മുതൽ π/2 വരെയും മുറിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി 0 മുതൽ π/2 വരെ ആക്കിയിട്ട് നിങ്ങൾ അത് റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി. ഗ്രാഫ് നോക്കിയിട്ട് തന്നെ പറയണം 0 മുതൽ π/2 വരെ. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്, ഇതിൻ്റെ നടുവിൽ ആര് വരരുത് എന്നറിയോ, ആ π/4 എന്ന് പറയുന്ന വാല്യൂ വരുന്നില്ല. കാരണം π/4 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അത് നിങ്ങൾ മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലോസ്ഡ് 0 to π/2, ക്ലോസ്ഡ് 0 to π/2 അത് എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ തന്നെ നോക്ക്. ഈ π/4 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ആക്ച്വലി ഡിഫൈൻഡ് ആവുന്നില്ല. π/4 അതാ നോക്ക്, ഇതിങ്ങനെ കയറി പോവും. പക്ഷെ π/4ലേക്ക് പോകുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്, പക്ഷെ π/4 ഇതിന് വാല്യൂ ഉണ്ടാകുന്നില്ല. ഓക്കെ, ഗ്രാഫ് പോകുന്നത് കണ്ടോ നിങ്ങൾ. π/4 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നമ്മളത് കൊടുക്കേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പം ഞാൻ ഈ സാധനം ഓക്കെ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടല്ലേ ഐഡിയ?
0 to π/2 മൈനസ് π/4 അത് ഒഴിവാക്കിയാൽ മതി. ഇത് ഞാനൊന്ന് മായ്ക്കുന്നുണ്ട്, നിങ്ങൾ ഓക്കെ ഇനി പറഞ്ഞുതരാം. ഇതാ നോക്ക്, നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതാ നോക്ക്, നിങ്ങൾ π/4 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് π/4. π/4ന് താഴോട്ടേക്ക് വാല്യൂസ് എടുത്ത് നോക്കിയാൽ കണ്ടില്ലേ, ഇത് π/4ലേക്ക് അടുത്തുകൊണ്ടിരിക്കും, പക്ഷേ π/4ൽ ഒരിക്കലും ഇത് ഡിഫൈൻഡ് ആവില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. റെഡി, അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വേണം നിങ്ങൾ ഇത് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്, ചെയ്യാൻ പറ്റണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രി കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി, ഓക്കെ. അപ്പോൾ അതും നമ്മൾ ചെയ്തു. പിന്നെന്താ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. എക്സാമ്പിൾ ഫോർ ദ ഇൻപുട്ട് കമാൻഡ്. റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ കൊടുത്തിട്ട് f(x) ഈസ് ഗിവ് ദ ഇൻപുട്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ ഒന്ന് റെസ്ട്രിക്റ്റഡ് ഡൊമൈനിൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞത്, അതായത് ബൈജക്റ്റീവ് ആകുന്ന രീതിയിൽ. അത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ. നമ്മളിപ്പോൾ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ കൊടുത്തത് എന്താ, 0 to π/2 അല്ലേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കൊടുക്കടാ. ഇഫ് കണ്ടീഷൻ കൊടുക്കുക 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് കൊടുത്തോ. π/2 ഇപ്പം എങ്ങനെ ടൈപ്പ് ചെയ്യാം? π/2 ഇങ്ങനെ വരുമോ നോക്കാം. π/2 π/2ന് ഇവർ എന്താണിത് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കട്ടോ. PI തന്നെയാണല്ലോ കൊടുക്കുന്നത്, PI സ്മോൾ PI തന്നെയാണല്ലോ π/2. അപ്പോൾ അത് കറക്റ്റ് ആണല്ലോ. ദെൻ കണ്ടീഷൻ കൂടിയും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദെൻ കണ്ടീഷൻ F എന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്, അപ്പോൾ കറക്റ്റ് കിട്ടും. യെസ്, ശരിയാ. ഇല്ല, അത് കിട്ടിയിട്ടില്ലല്ലോ. ഇതല്ല വന്നത്, ഇതല്ല കേട്ടോ. ഇത് നമ്മൾ ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്കാണ്. F എന്നായും കൊടുക്കണ്ടേ, F അല്ല H നമ്മൾ ഫംഗ്ഷൻ അവിടെ കൊടുത്തത്. സാധാരണ രീതിയിൽ F വരേണ്ടത്, പക്ഷേ ഞാൻ വേറെ ആദ്യത്തെ എടുത്ത ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് F ആണ് നിങ്ങൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെങ്കിൽ F കൊടുത്താൽ മതി. അപ്പോൾ ആ Fൻ്റെ രീതിയിൽ തന്നെയായിരുന്നു വന്നത്. സോറി, അതെൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇഫ് കണ്ടീഷനിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത ഡൊമൈൻ 0 to π/2 ആണ്, π/4 വരുന്നില്ല. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2ന് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ, π/2 എന്ന് കൊടുത്താൽ മതി. ദെൻ അടുത്തത് അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇവിടെ h(x) ആയിരുന്നു കേട്ടോ, അപ്പോൾ h കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായി കിട്ടും. അത് നോക്ക്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അതേ കാര്യം തന്നെ അല്ലേ. നോക്ക്, ഇത് ബ്ലൂ ഷെയ്ഡ് ചെയ്തതാണ് നിങ്ങളുടെ റെസ്ട്രിക്റ്റ് ചെയ്ത ഡൊമൈൻ. വേണമെങ്കിൽ മറ്റേത് മാച്ച് കളയാം. അപ്പോൾ അതാ നോക്ക്, കറക്റ്റ് നിങ്ങളുടെ റെസ്ട്രിക്റ്റ് ചെയ്ത ഡൊമൈനിൽ നിങ്ങളുടെ ആ ഫംഗ്ഷൻ വന്നു. ഇതിപ്പം ബൈജക്റ്റീവാണ്, 1 ആണ് 1 ആണ്. ഐഡിയ മനസ്സിലായോ? ഇത് രണ്ടുകൂടിയും വന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ചുകൂടിയും ക്ലിയർ ആവും. ഒന്ന് ഓറഞ്ചും ഒന്ന് ബ്ലൂലാവുന്ന സമയത്ത് കണ്ടോ, നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരില്ല, π/4 വരില്ല. അപ്പോൾ നിങ്ങളവിടെ മാർക്ക് ചെയ്യണമെന്നില്ല, π/4 ഫംഗ്ഷൻ എന്തായാലും പോവില്ല. റെഡി, ഇത്രയുള്ള സംഭവം. വെരി സിമ്പിൾ. ആൻഡ് ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. അതിന് ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ഇത് ടീച്ചറെ കാണിച്ചു കൊടുത്തിട്ട് ഫുൾ മാർക്ക് വാങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്ര വലിയ പണിയുള്ളതൊന്നും അല്ല ഫംഗ്ഷൻ, പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തതുകൊണ്ട് നിങ്ങളതൊക്കെ പഠിക്കണം. ഞാൻ പ്രീവിയസ് ഇയർ അടക്കം ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും മറ്റൊരു ലാബുമായിട്ട് കാണാം.